ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നതെന്നും ആ ഒരു കണക്കുകളൊക്കെ എല്ലാ ഭാഗത്തും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ അളവും എങ്ങനെയാണ് കറക്റ്റ് കണക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ പകുതിയായി മടക്കിയെടുത്ത് നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മുടെ താവിലുള്ള തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു അല്പം വീതി കൂടുതലുള്ള തുണിയാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം, നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് 16.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 16 കൂടെ 1 ഇഞ്ച് കൂട്ടി 17.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുക. കണ്ടോ, നമ്മളെല്ലാ ബ്ലൗസിനും നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ 7.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കേട്ടോ, 7.25 ഇഞ്ച്. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6ൽ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുക. കേട്ടോ, 7.25 ഇഞ്ചിൽ കറക്റ്റ് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 43 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് 43 വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. നമുക്ക് 47 ഇഞ്ച് കിട്ടും. 47ന്റെ 4 ഭാഗം 11.25. നമ്മളിത് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് 4 ഇഞ്ച് ഇതിൻ്റെ കൂടെ കൂട്ടുക. ഏത് അളവിലായാലും നിങ്ങൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 11.25 പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും കൊടുക്കുന്നു. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 39 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം നമുക്ക് 9.25 വരിക. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 9.25 10.5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. കണ്ടോ, ഇതുപോലെ വരും. ഇനി നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12ൽ ഒരു ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് കുറച്ച്. അപ്പോൾ നമുക്ക് 3.25 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെയും 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമ്മുടെ ഷോൾഡറിൻ്റെ ഒക്കെ തുന്നിക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 9.25-ന് ഒരു 4 ഇഞ്ച് കുറച്ച് 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇവിടെ നമ്മൾ 4 ഇഞ്ച് കുറച്ചത് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവത് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത്, കേട്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ 7.25 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം കൊടുത്തത്. അതിൻ്റെ നേർപകുതി നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചേർക്കുക. ആം ഹോൾ റൗണ്ട് ഇതുപോലെ കറക്റ്റ് കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്, ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം ഹൈറ്റ് കൊടുക്കുന്നത് കണ്ടോ, നമുക്ക് ഈ ഒരു ഡാർട്സിന് നീളം കൊടുക്കുന്നത് നമ്മൾ 4.5 ഇഞ്ച് തന്നെയാണ്. ഇനി നമ്മൾ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ, നമ്മൾ ആ ഒരു നേർപകുതി നമ്മുടെ കൈയുടെ ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൻ്റെ നേർപകുതിയിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്നുണ്ടോ ആ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി കണ്ടോ, നമ്മൾ ആദ്യം നമ്മുടെ ആം ഹോൾ റൗണ്ട് ഷേപ്പ് ചെയ്ത് ആ ഒരു മാർക്കിലേക്കാണ് അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ കട്ട് ചെയ്ത തുണിയെ നമ്മൾ നേരെ തിരിച്ചു വെക്കുക. കണ്ടോ, ഇതുപോലെ വരുന്ന രീതിയിൽ കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കരവശം കണ്ടോ, നമ്മുടെ തേര് വശം നമുക്ക് ഇതുപോലെ വരുന്ന കണ്ടോ, ഇങ്ങനെയാണ് വരിക.
അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ കണ്ടോ, നമുക്ക് ക്രോസ് കട്ടിങ് ബ്ലൗസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ക്രോസിൽ വരുന്ന ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡറും കണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ കരവശത്തിന് ടച്ച് ചെയ്ത് വെച്ചത് കണ്ടോ, ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസോട് കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ക്രോസ് കട്ടിങ്ങിന് വേണ്ടി വെക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് തീരയൊക്കെ ലൂപ്പൊക്കെ തയ്ക്കുന്ന തീര തയ്ക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ സ്കെയിലിന് നമ്മൾ ഇതുപോലെ വെക്കുക. നമ്മുടെ കഴുത്തിന്റെ അകലം നമ്മൾ കൊടുത്തത് 3.25 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3.5 ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വെച്ച് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു 1.5 ഇഞ്ച് ഇവിടെ ഇറക്കി ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് കുറച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിന്റെ വീതി എത്രയാണോ ആ അളവ് കൊടുക്കുക. നമുക്ക് ഇവിടെ 3.25 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിന്റെ വിഡ്ത്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഇതുപോലെ ഈ ഒരു തോൾ വശത്തുള്ള ഈ ഒരു മാർക്ക് കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമ്മൾ ഇവിടെ ഒരു ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് 5.25 ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം. അപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ 5.25 നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ എക്സ്ട്രാ തുന്നി വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മുടെ ബാക്ക് ആം ഹോൾ നമ്മൾ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ അളവിൽ തന്നെ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ കറക്റ്റായി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്ക് ഇവിടെ വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് നമ്മൾ എടുത്ത് മാറ്റുക. കണ്ടോ, എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണി നമ്മുടെ ഷോൾഡറിൻ്റെ തുന്നത്തുണി നമ്മൾ ഒരു മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 11 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ 2 ഭാഗത്തുള്ള ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി. അപ്പോൾ നമുക്ക് 4.25 ഒരു പോയിന്റുമാണ് വരിക. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മൾ 4.5 ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വരിക. ഇനി നമ്മൾ ഇവിടെ 4.5 ഇഞ്ച് നമ്മുടെ ബാൻഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. സൈഡിൽ നമുക്ക് 4.5 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഈ ഒരു മാർക്കിൽ കൂടി ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ നമുക്ക് സൈഡിൽ നമ്മൾ അവർ നേരത്തെ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊണ്ടുവന്ന് ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. നമ്മുടെ ഈ ഒരു ബാൻഡ് വരുന്നത് നമുക്ക് ക്രോസിലാണ്. അപ്പോൾ നമുക്കിത് നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള അധികം വന്നിട്ടുള്ള ആ ഒരു കരവശമാണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, എന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ടോ ഇത് നമ്മളൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആ ഒരു കട്ടിങ്ങിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം.
കേട്ടോ. ഇവിടെ നമുക്ക് അല്പം ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് ഭാഗവും നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്യുന്നു. നമ്മളിനി ഇവിടെ ഒരു 1/4 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുക. ഇവിടെ കണ്ടോ, ആ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 1/4 ഇഞ്ച്. ഇനി നമ്മൾ അവിടെ നിന്ന് ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം നമുക്ക് 9.25 പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ക്രോസ് ചെയ്തുകൊണ്ട് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം ടെക്കിൻ്റെ ഈ ഒരു ക്രോസ് അല്പം ചെരിച്ച് നല്ലവണ്ണം ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് കണ്ടോ, 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതായത് ഇത് ബ്ലൗസിൻ്റെ ഇറക്കം കൂടുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് ധരിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടുകയുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ ഡാർട്സ് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3.25 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും അതിൻ്റെ നേർപകുതി 1.5 പോയിന്റും വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ വീതി നമുക്ക് 3.25. അപ്പോൾ നമ്മൾ 2 ഭാഗത്തേക്കും 1.5 പോയിന്റ് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്ക് നമ്മുടെ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻറ്റർ ഡാർസ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ഡാർസ് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ഡാർസ് വരുന്നത്. ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾക്ക് കൊടുക്കുന്നത് നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇവിടെ കഴുത്തിൻ്റെ നെക്കിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വരെ ആ ഒരു പീസ് കണ്ടോ. ഈ ഒരു പീസ് നിങ്ങൾ താവുവശം വരെ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. ആ ഒരു ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇനി നമ്മുടെ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ കേട്ടോ ഇതുപോലെ നമ്മുടെ ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നു. അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ഈ ആം ഹോൾ ഫ്രണ്ട് കൈക്കുഴിയാണ് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്യുന്നു കണ്ടോ. ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണെന്ന് ആ ഒരു ടക്ക് നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു തോൾ വശത്തേക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. ഇതാണ് നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് 2.25 ഇഞ്ചാണ്. എല്ലാ ടെക്കുകളും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ് നമ്മുടെ ടെക്കുകൾ തമ്മിലുള്ള അകലം കൊടുക്കുന്നത് കണ്ടോ. 2.25 ഇഞ്ച്. അപ്പോൾ നമ്മളത് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ് കണ്ടോ. 2.25 ഇഞ്ചാണ് നമ്മുടെ അകലം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെയെല്ലാം ഒരു മാർക്കിംഗ് കൊടുത്ത് കണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ കണ്ടോ നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം വീതി കൂടുതലുള്ള തുണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്ലീവ് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നമ്മളിവിടെ ഒരു 1.25 ഇഞ്ച് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കും. നമ്മുടെ കൈയുടെ താവുവശം നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള പീസാണ് 1.25. ഇനി നമ്മുടെ കൈയുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യും. നമുക്ക് കൈയുടെ ലെങ്ത് 9.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4.25 ഒരു പോയിന്റുമാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 43 ഇഞ്ച് അതിൻ്റെ 10 ഭാഗം 4.25 ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ഇവിടെ ആം ഹോളിൽ കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 43 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 നമുക്ക് 10.25 വരിക. 10.25 നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 9.25 ഇഞ്ച് കിട്ടും. ഈ ഒരു 9.25 ഇഞ്ചാണ് നമ്മളിവിടെ ആം ഹോളിൻ്റെ
ഇവിടെ നമ്മുടെ തോൾ വശത്ത് വരുന്ന ഈ ഒരു ലൂസിന് വേണ്ടി നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് കൊടുക്കുന്നത് 9.25 പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ താഴ്വശത്തുള്ള ലൂസ് നമുക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 7 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. കണ്ടോ? ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ആം ഹോളിന്റെ ഈ ഒരു കൈയുടെ തോൾവശത്ത് വരുന്ന ലൂസ് ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അതേ അളവ് തന്നെയാണ് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മുടെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കൈ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ഇവിടെ നമ്മുടെ ബോഡി അളവിന്റെ മാർക്കാണ്. ഇവിടെ നമ്മൾ ഷോൾഡറിന്റെ അരയിഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിനെ കണ്ടോ നമ്മുടെ കൈയുടെ ഇവിടെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെ ആം ഹോളിന്റെ കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ കറക്റ്റ് നമ്മുടെ ഈ ഒരു തോൾവശത്തുള്ള മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ മാർക്കിങ്ങും ഒക്കെ കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ അളവും എങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ അളവും കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ സെൻട്രൽ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. സ്ലീവിനെ കണ്ടോ ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് കൈക്കൂടിയിൽ നിന്ന് നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഈ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി രണ്ടാമത് ഇവിടെ കൊടുത്തുള്ള ആ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കണ്ടോ നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിന്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി